എല്ലാവർക്കും സ്വാഗതം. HSI നാച്ചുറൽ സയൻസിൻ്റെ 2016 വന്ന ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ്ഡ് ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. വേഗം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. 21ാമത് തുടങ്ങി 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുന്നത്. 1 മുതൽ 20 വരെ ജനറൽ നോളജ് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കോശചക്രത്തിലെ വിവിധ ഘട്ടങ്ങളെ നിയന്ത്രിക്കുന്ന എൻസൈമുകൾ അറിയപ്പെടുന്നത്. കോശചക്രത്തിലെ വിവിധ ഘട്ടങ്ങളെ നിയന്ത്രിക്കുന്ന എൻസൈമുകൾ അറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ സി, കൈനേസ്. കൈനേസ് എന്നാണ്. ഇനി അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യൻ. ജിങ്കോ ബൈലോബ എന്ന സസ്യത്തിൻ്റെ പ്രത്യേകതയാണ്. ജിങ്കോ ബൈലോബ എന്ന സസ്യത്തിൻ്റെ പ്രത്യേകതയാണ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ജീവിക്കുന്ന ഫോസിൽ. ജീവിക്കുന്ന ഫോസിലാണ് ജിങ്കോ ബൈലോബ എന്ന സസ്യം. അടുത്തത്, കുട്ടികളിൽ തൈറോക്സിൻ ഹോർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഓപ്ഷൻ എ, ക്രെറ്റിനിസം. കുട്ടികളിൽ തൈറോക്സിൻ ഹോർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്രെറ്റിനിസം. അടുത്തത്, ചാക്രികമല്ലാത്ത പ്രകാശ പ്രതിപ്രവർത്തനത്തിലൂടെ നിർമ്മിക്കുന്നു. അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ ആൻസറും ക്വസ്റ്റ്യനും എല്ലാം തെറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അവോയ്ഡ് ചെയ്യാം. അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ. സിക്കിൾ സെൽ അനീമിയ രോഗികളിൽ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന അമിനോ ആസിഡിന് പകരം കാണുന്നത്. സിക്കിൾ സെൽ അനീമിയ രോഗികളിൽ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന അമിനോ ആസിഡിന് പകരം കാണുന്നത് എന്താണ്? വാലിൻ. വാലിൻ എന്ന് പറയുന്ന ഒരു ആസിഡാണ് വാലിൻ. ഓപ്ഷൻ എ ആണ് കേട്ടോ, വാലിൻ. 26ാമത്തത്, ജലസസ്തനികളിൽ കാണുന്ന അനുകൂലനമല്ലാത്തത് ഏത്? ജലസസ്തനികളിൽ കാണുന്ന അനുകൂലനം അല്ലാത്തത് എന്താണ്? സി ആണ്, ചുരുങ്ങിയ ഉമിനീർ ഗ്രന്ഥികൾ. ചുരുങ്ങിയ ഉമിനീർ ഗ്രന്ഥികൾ ജലസസ്തനികളിൽ കാണുന്ന അനുകൂലനം അല്ല. പിന്നെ അനുകൂലനമുള്ളത് എന്തൊക്കെയാണ്? മത്സ്യത്തിൻ്റെ ആകൃതിയുണ്ട്, ഭാരം കുറഞ്ഞ എല്ലുകൾ, ജലത്തിൽ ലയിച്ച ഓക്സിജൻ സ്വീകരിക്കാനുള്ള കഴിവ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ജലത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് 27ാമത്തത്, സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരിൽ പ്രധാനപ്പെട്ടത്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരിൽ പ്രധാനപ്പെട്ടത് ഓപ്ഷൻ ഡി ആണ്, പ്ലവസസ്യങ്ങൾ. പ്ലവസസ്യങ്ങളാണ് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരിൽ പ്രധാനപ്പെട്ടത്. അടുത്തത് 28ാമത്തത്, പ്രാണികൾ മൂലം പരാഗണം നടത്തുന്ന പൂക്കളുടെ പ്രത്യേകതയാണ്. പ്രാണികൾ മൂലം പരാഗണം നടത്തുന്ന പൂക്കളുടെ പ്രത്യേകത ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ആകർഷണമായ നിറവും തേനും ഉള്ളവയാണ്. ആകർഷകമായ നിറവും തേനും ഉള്ളവയാണ് പ്രാണികൾ മൂലം പരാഗണം നടത്തുന്ന പൂക്കളുടെ പ്രത്യേകത. അടുത്തത് 29ാമത്തെ ക്വസ്റ്റ്യൻ. മാലിന്യങ്ങൾ അധികമായി നിക്ഷേപിക്കുന്ന ജലാശയങ്ങളിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നതിന് കാരണം. മാലിന്യങ്ങൾ അധികമായി നിക്ഷേപിക്കുന്ന ജലാശയങ്ങളിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നതിന് കാരണം എന്താണ്? ഓപ്ഷൻ എ ആണ്, BOD കൂടുന്നു, ഓക്സിജൻ്റെ അളവ് കുറയുന്നു. BOD കൂടുന്നു, ഓക്സിജൻ്റെ അളവ് കുറയുന്നു. അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്ലോയം കലകളിൽ ആഹാര സംവഹനം നടക്കുന്നത്. ഫ്ലോയം കലകളിൽ ആഹാര സംവഹനം നടക്കുന്നത് ഓപ്ഷൻ ബി ആണ്, സീവ് നാളികളിൽ കൂടി. സീവ് നാളികളിൽ കൂടിയാണ് ഫ്ലോയം കലകളിൽ ആഹാര സംവഹനം നടക്കുന്നത്. അടുത്തത് 31ാമത്തെ ക്വസ്റ്റ്യൻ. പ്രോട്ടീൻ നിർമ്മാണ ഘട്ടത്തിൽ ഉൾപ്പെടുന്ന ടെർമിനേഷൻ കോഡോൺ അല്ലാത്തതാണ് ഏതാണ്? പ്രോട്ടീൻ നിർമ്മാണ ഘട്ടത്തിൽ ഉൾപ്പെടുന്ന ടെർമിനേഷൻ കോഡോൺ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് ഓപ്ഷൻ സി ആണ്, CGA.
ആണ് ആൻസർ. അടുത്തത്, കോശവിഭജനത്തിൽ DNA-യുടെ ഇരട്ടിക്കൽ നടക്കുന്ന ഘട്ടമാണ്. കോശവിഭജനത്തിൽ DNA-യുടെ ഇരട്ടിക്കൽ നടക്കുന്ന ഘട്ടം ഏതാണ്? 32-ലെ ബി ആണ് ആൻസർ. സിനാറ്റിക് ഘട്ടം. സിനാറ്റിക് ഘട്ടമാണ് ആൻസർ. ഇനി അടുത്തത് 33-ാമത്തത്, പാറ്റയുടെ ശ്വസനാവയവമായ ട്രക്കിയയുടെ പുറത്തേക്ക് തുറക്കുന്ന സുഷിരങ്ങളാണ്. പാറ്റയുടെ ശ്വസനാവയവമായ ട്രക്കിയയുടെ പുറത്തേക്ക് തുറക്കുന്ന സുഷിരങ്ങൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സ്പൈറക്കിളുകളാണ്. അടുത്തത് 34-ാമത്തെ ക്വസ്റ്റ്യൻ, സാധാരണ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ തോത്. സാധാരണ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ തോതാണ് ആൻസർ ഓപ്ഷൻ എ 10 ഡെസിബൽ. അടുത്തത് 35-ാമത്തെ, ഭ്രൂണത്തിൻ്റെ ഫേറ്റ് മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റെയിനാണ്. ഭ്രൂണത്തിൻ്റെ ഫേറ്റ് മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റെയിൻ ഏതാണ്? 35-ലെ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ഏതാണ്? എയും ബിയും സിയുമാണ്. ന്യൂട്രൽ റെഡ്, മെത്തിലിൻ ബ്ലൂ, ബിസ്മാർക്ക് ബ്രൗൺ. ഈ മൂന്നും ഭ്രൂണത്തിൻ്റെ ഫേറ്റ് മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റെയിനുകളാണ്. അടുത്തത് 36-ാമത്തത്, പ്ലാസ്മ സ്തരത്തിൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മാതൃക ആവിഷ്കരിച്ചത് ആരാണ്? പ്ലാസ്മ സ്തരത്തിൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മാതൃക ആവിഷ്കരിച്ചത് 36-ാമത്തേലെ ബി ആണ് ആൻസർ. സിംഗർ നിക്കോൾസൺ ആണ്. 37-ാമത്തെ ക്വസ്റ്റ്യൻ, അമ്ലമഴയ്ക്ക് കാരണമായ ആസിഡുകൾ രൂപപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. അമ്ലമഴയ്ക്ക് കാരണമായ ആസിഡുകൾ രൂപപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹൈഡ്രോക്സിൻ റാഡിക്കലാണ്. അടുത്തത് 38-ാമത്തെ ക്വസ്റ്റ്യൻ, എൻഡമിക് വിഭാഗത്തിലുള്ള ജീവജാലങ്ങൾ അധികമായി കാണുന്ന പ്രദേശമാണ്. എൻഡമിക് വിഭാഗത്തിലുള്ള ജീവജാലങ്ങൾ അധികമായി കാണുന്ന പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഹോട്ട്സ്പോട്ട് എന്ന് പറയും അതിനെ. അടുത്തത്, യൂട്രോഫിക്കേഷൻ മൂലം ജലത്തിൽ ഇവയുടെ അളവ് കൂടുന്നു. യൂട്രോഫിക്കേഷൻ മൂലം ജലത്തിൽ ഇവയുടെ അളവ് കൂടുന്നു. ഏതിൻ്റെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, നൈട്രേറ്റും ഫോസ്ഫേറ്റും. യൂട്രോഫിക്കേഷൻ മൂലം നൈട്രേറ്റിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും അളവ് ജലത്തിൽ കൂടുന്നു. അടുത്തത് 40-ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിതവാതകങ്ങളിൽ പെടാത്തത്. ഇത് ആൻസർ, ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം തെറ്റാണ്. ഇനി 41-ാമത്തത്, പുരുഷ ബീജത്തിൻ്റെ അക്രോസോം എന്ന ഭാഗം രൂപപ്പെടുന്നത്. പുരുഷ ബീജത്തിൻ്റെ അക്രോസോം എന്ന ഭാഗം രൂപപ്പെടുന്നത് ഓപ്ഷൻ സി ആണ്, ഗോൾഗി കോംപ്ലക്സുകളിലാണ്. 42-ാമത്തത്, മനുഷ്യനിൽ അജല സന്ധികൾ കാണപ്പെടുന്ന ഭാഗം. മനുഷ്യനിൽ അജല സന്ധികൾ, ചലിക്കാത്ത സന്ധികൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ബി ആണ്, തലയോട്. അടുത്ത ക്വസ്റ്റ്യൻ 43-ാമത്തത്, റിട്രോ വൈറസുകളിൽ RNA-യിൽ ഇരട്ട ഇഴകൾ രൂപപ്പെടുന്നതിന് സഹായകമായ എൻസൈമാണ്. റിട്രോ വൈറസുകളിൽ RNA-യിൽ ഇരട്ട ഇഴകൾ രൂപപ്പെടുന്നതിന് സഹായകമായ എൻസൈം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. 44-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഇന്ത്യൻ കണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ ആണ്, കാസിരംഗ. അടുത്തത് 45-ാമത്തെ ക്വസ്റ്റ്യൻ, പരാദജീവികളുടെ സവിശേഷതകളിൽ പെടാത്തത്. പാരസൈറ്റ് ജീവികളുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആതിഥേയരുടെ വലിപ്പം ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഇതാണ് പരാദജീവികളുടെ സവിശേഷതകളിൽ പെടാത്തത്. 46-ാമത്തെ ക്വസ്റ്റ്യൻ, രക്തത്തെ ബാധിക്കുന്ന വിഷമുള്ള പാമ്പുകൾ.
രക്തത്തെ ബാധിക്കുന്ന വിഷമുള്ള പാമ്പുകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അണലി. രക്തണലി എന്ന് ഓർത്താൽ മതി. അപ്പം രക്തം അണലി. 47ാമത്തെ ക്വസ്റ്റ്യൻ, മുതിർന്ന ആളുകളുടെ അസ്ഥികൾക്ക് കാഠിന്യം കൂടുതൽ അനുഭവപ്പെടാനുള്ള കാരണം. മുതിർന്ന ആളുകളുടെ അസ്ഥികൾക്ക് കാഠിന്യം കൂടുതൽ അനുഭവപ്പെടാനുള്ള കാരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാൽസ്യം ലവണം. കാൽസ്യം ലവണമാണ് കാരണം. 48ാമത്തെ ക്വസ്റ്റ്യൻ, ക്രോമസോമുകളുടെ എണ്ണം ഊനഭംഗത്തിൽ പകുതിയായി കുറയുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന്. ക്രോമസോമുകളുടെ എണ്ണം ഊനഭംഗത്തിൽ പകുതിയായി കുറയുന്നത് കൊണ്ട് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഒരു ജീവി വർഗത്തിൻ്റെ ക്രോമസോം എണ്ണം സ്ഥിരമായി നിൽക്കുന്നു. ഒരു ജീവി വർഗത്തിൻ്റെ ക്രോമസോം എണ്ണം സ്ഥിരമായി നിൽക്കുന്നു. ക്രോമസോമുകളുടെ എണ്ണം ഊനഭംഗത്തിൽ പകുതിയായി കുറയുന്നത് കൊണ്ട്. 49ാമത്തെ ക്വസ്റ്റ്യൻ, മൈക്കോളജി എന്നത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? മൈക്കോളജി എന്നത് എന്തിനെക്കുറിച്ചാണ്? ഫംഗസിനെ കുറിച്ചുള്ള പഠനമാണ് കേട്ടോ. സി അല്ല കേട്ടോ. 50ാമത്തെ ക്വസ്റ്റ്യൻ, ദ്വിബീജ പത്രസസ്യങ്ങളിൽ കാണുന്ന ട്രിപ്ലോയിഡ് കോശം. ദ്വിബീജ പത്രസസ്യങ്ങളിൽ കാണുന്ന ട്രിപ്ലോയിഡ് കോശം ഏതാണ്? 50ൽ ബി ആണ്, ബീജാനം. ബീജാനമാണ് ട്രിപ്ലോയിഡ് കോശങ്ങളിൽ കാണുന്ന ദ്വിബീജ പത്രസസ്യങ്ങളിൽ കാണുന്ന ട്രിപ്ലോയിഡ് കോശമാണ് ബീജാനം. അപ്പോൾ ഇതോടെ 50 ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഞാൻ ആൻസർ ചെയ്തിരിക്കുന്നത്. ഇനി 51 മുതൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക, അതിനോടനുബന്ധമുള്ള ക്വസ്റ്റ്യൻസും പഠിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.